ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് അടുത്ത എക്സാം കൺഫർമേഷൻസ് വന്നിട്ടുണ്ട്. സോ അതിനകത്ത് നമുക്ക് സിവിലുകാർക്ക് അല്ലെങ്കിൽ ടെക്നിക്കൽ ഭാഗത്ത് വരുന്ന കൺഫർമേഷൻ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എസ്പെഷ്യലി നമ്മൾ സിവിലിൻ്റെ ട്രേസർ എക്സാമിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കേരള PSC എക്സാമിനുള്ള കൺഫർമേഷൻ ഡേറ്റും എക്സാം ഡേറ്റും സിലബസുമായിട്ടാണ് ഈ ഒരു എക്സാമിന് വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ട്രേസർ ആണ് നമ്മുടെ പോസ്റ്റ്. 600/2023 ആണ്. നമുക്ക് സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നമുക്ക് വിളിച്ചിരിക്കുന്നത് 5 ജില്ലയിലേക്കാണ് മെയിൻ എക്സാം നടക്കുന്നത്. ട്രിവാൻഡ്രം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, ഇങ്ങനെ 5 ഡിസ്ട്രിക്ട്സിലേക്കാണ്. നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് തന്നെയാണ് എക്സാം ഉള്ളത്. അതായത് ഓരോ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പരീക്ഷയായിരുന്നു. ഓൾറെഡി അപ്ലൈ ചെയ്തവരാണെങ്കിൽ 600/2023 ആണ്. അപ്പം നിങ്ങൾക്ക് എക്സാം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22/11/2024 ആണ്. അതായത് നവംബർ മന്തിലാണ് നമുക്ക് ഈ എക്സാം വരെ. 22 നവംബറിനാണ് ഈ ഒരു എക്സാം ഉള്ളത്. ആൻഡ് കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതായത് കൺഫർമേഷൻ നമുക്ക് കൊടുക്കേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞാൽ 23/8/2024 to 11/9/2024 ആണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കേണ്ട മെയിനായിട്ടുള്ള ആൾ ഈ കൺഫർമേഷൻ തെറ്റാതെ അല്ലെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് 23rd, നമുക്ക് ഈ മാസം 23rd മുതൽ നെക്സ്റ്റ് മന്ത് നമുക്ക് 11th വരെ കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കും. സോ നമുക്ക് നമ്മുടെ സിലബസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഈ വീഡിയോക്കകത്ത് ഈ ഒരു നമ്മുടെ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സാമിൻ്റെ സിലബസ് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കൺഫർമേഷൻ തെറ്റാതെ കൊടുത്ത് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് മറക്കണ്ട. 23/8/2024 to 11/9/2024 ആണ്. അതായത് ജില്ലയിലായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ഡിസ്ട്രിക്ട് വൈസ് അപ്ലൈ ചെയ്യുന്നതെല്ലാം നമ്മൾ ഓർത്ത് വെക്കത്തില്ല. സോ ദിസ് ഇസ് കൺസിഡർ ദിസ് ആസ് എ റിമൈൻഡർ ടു 600/2023 ആണ് ട്രേസർ സോയിൽ കൺസർവേഷൻ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പം മറക്കാതെ കൺഫർമേഷൻ കൊടുത്ത് പഠിച്ചു തുടങ്ങുക. നമുക്ക് ഓരോ കൺഫർമേഷൻ വരുമ്പോഴും നമുക്ക് അറ്റ്ലീസ്റ്റ് ചെറിയ പോസ്റ്റൊക്കെ ആണെങ്കിലും ഓരോ എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം തന്നെ നമുക്കുള്ള അവസരങ്ങളാണ്. ഓരോ എക്സാംസ് എഴുതുന്നത് ഓരോ എക്സ്പീരിയൻസ് ആയിട്ടും പുതിയ പുതിയ ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടാനും ആ ഒരു എക്സാം ഹാളിൻ്റെ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആക്കി കണക്കാക്കി എടുക്കുക. പഠിച്ച് തുടങ്ങിയവർ, അല്ലാതെ നമ്മൾ ഓൾറെഡി പഠിച്ച് ഒരു സെറ്റായിട്ടിരിക്കുന്നവർ ഈ ലിസ്റ്റിലൊക്കെ തന്നെ കയറി പറ്റാനായിട്ട് മാക്സിമം നോക്കുക. പിന്നെ നമുക്ക് ഒരുപാട് എക്സാംസ് വരാനുണ്ട്. നമുക്കിനി വരുന്ന 2 വർഷം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ള ക്രൂഷ്യൽ ഇയേഴ്സാണ്. അതായത് നമുക്ക് AE ലെവലാണെങ്കിലും ഓബിയസ്ലി 1 ലെവലാണെങ്കിലും 2, 3 ലെവലിലൊക്കെ ഒരുപാട് വേക്കൻസീസ് ഉള്ള പോസ്റ്റുകൾ നോട്ടിഫൈഡ് ആവും. അപ്പോൾ അത് വന്നിട്ട് പഠിക്കാൻ നിൽക്കരുത്. ഇങ്ങനെയുള്ള എക്സാംസ് വരുമ്പോൾ തന്നെ യു സ്റ്റാർട്ട് സ്റ്റഡിങ്. ബിക്കോസ് നമുക്ക് ഞാൻ സിലബസിൻ്റെ വീഡിയോയിൽ എടുത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ചില സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ എക്സാംസിനും ഈക്വൽ ആൻഡ് ഹൈ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സ് ആണ്. അത് പഠിച്ചു വെച്ചുകൊണ്ട് ഒരു തെറ്റുമില്ല. ഓഫ് സീസണാണ് എക്സാം ഇല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു എക്സാം ഇല്ലെങ്കിൽ നിങ്ങളിത് പഠിക്കാതെ ഇരിക്കരുത്. കാര്യം നിങ്ങൾ ഇതുമായിട്ടുള്ള ടച്ച് വിട്ടുപോകും. എന്നും നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. സോ ഇതുപോലെയുള്ള നമ്മുടെ എക്സാംസിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു.